നമസ്കാരം. വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. മുത്തൂറ്റ് ഫിനാൻസിൽ ജീവനക്കാരുടെ സമരം തുടരുന്നതിനിടെ കമ്പനി MD ജോർജ് അലക്സാണ്ടറിന് നേരെ കൊച്ചിയിൽ കല്ലേറ്. സംഭവം കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ. അക്രമത്തിന് പിന്നിൽ CITU എന്ന മാനേജ്മെന്റ്. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണം നടത്തിയത് മുത്തൂറ്റിലെ ജീവനക്കാരല്ലെന്ന് കമ്പനി അധികൃതർ. മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയവരാണ് ആക്രമിച്ചത്. ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ലെന്ന് മുത്തൂറ്റ് PRO ബാബുജോ. മുത്തൂറ്റ് സമരത്തെ ന്യായീകരിച്ച് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം മാനേജ്മെന്റ് പരിഗണിക്കണം. അടച്ചുപൂട്ടിയ ബ്രാഞ്ച് തുറക്കാനോ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനോ തയ്യാറായില്ല. അനുകൂല നിലപാട് മാനേജ്മെന്റ് കൈക്കൊണ്ടില്ലെന്നും മന്ത്രി. നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളെപ്പോലും മുത്തൂറ്റ് ഒഴിവാക്കിയെന്നും മന്ത്രി. തൊഴിലാളികൾ സമാധാനപരമായ സമരത്തിലാണ്. ആവശ്യങ്ങളുമായി മാനേജ്മെന്റ് സഹകരിക്കണമെന്നും TP രാമകൃഷ്ണൻ. അക്രമം തൊഴിലാളി യൂണിയന്റെ രീതിയല്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. പ്രശ്നം സൃഷ്ടിച്ചത് മാനേജ്മെന്റ്. അവരുടെ നിലപാട് മാറിയാൽ പ്രശ്നം തീരുമെന്നും മന്ത്രി. മുത്തൂറ്റ് MDക്ക് നേരെ നടന്ന ആക്രമണം സംശയകരമാണെന്ന് മന്ത്രി EP ജയരാജൻ. സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് സംശയം. തെറ്റാര് ചെയ്താലും എതിർക്കണം. കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാനാകില്ല. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മന്ത്രി. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇനി 4 നാൾ. ആൽഫ സെറിൻ ജെയിൻ ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കൽ പുരോഗമിക്കും. മരട് നഗരസഭാ കൌൺസിൽ യോഗം ഇന്ന്. യോഗം ചേരുന്നത് ജില്ലാ ഭരണകൂടത്തിനെതിരായ നഗരസഭയുടെ പരാതിക്കിടെ. ബോധവൽക്കരണം അടക്കമുള്ള നടപടിക്രമങ്ങൾ നഗരസഭയെ അറിയിക്കുന്നില്ലെന്നാണ് പരാതി. മരടിൽ നടപടികൾ പുരോഗമിക്കുമ്പോഴും സമീപവാസികൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. വീട്ടുപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചാലോ സാധനങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിനോ പണം നൽകിയില്ല. ധാരണയായത് 3 മാസത്തെ വീട്ടുവാടക നൽകുന്നതിൽ മാത്രം. 5 ഫ്ളാറ്റുകളുടെയും ചുറ്റുപാടുള്ളവർക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് വാഗ്ദാനം. ഇതിനായി പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയും ജില്ലാ ഭരണകൂടവും തമ്മിൽ ധാരണയായത് 95 കോടി രൂപയുടെ പരിരക്ഷയ്ക്ക്. എന്നാൽ വിശദാംശങ്ങൾ മരട് നഗരസഭയ്ക്ക് പോലും അറിയില്ല. മരടിലെ ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ ഉയരുന്നത് വൻ മാലിന്യ ഭീഷണി. ഫ്ളാറ്റുകൾ പൊളിഞ്ഞു വീഴുമ്പോൾ ബാക്കിയാകുക 3/4 ലക്ഷം ടണ്ണിന് മേൽ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ. സമീപത്തെ വീടുകളുടെയും കായലിന്റെയും സാമീപ്യം പരിഗണിച്ച് സ്ഫോടനം നടത്തുന്നത് ഫ്ളാറ്റുകൾ ചെരിച്ചുകൊണ്ട്. മരടിൽ സ്ഫോടന വിദഗ്ധർക്ക് വെല്ലുവിളിയാകുന്നത് ആൽഫ സെറിനിലെ ഇരട്ട ടവറുകൾ. സമീപത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ ഉള്ളതാണ് അതിന് കാരണം. 6 നില ഫ്ളാറ്റിലെ 8 നിലകളിലാണ് ഇവിടെ സ്ഫോടനം. ആൽഫയിൽ വേണ്ടിവരിക 500 കിലോയോളം സ്ഫോടക വസ്തുക്കൾ. JNU ആക്രമണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അക്രമികൾ തല്ലിത്തകർത്ത സബർമതി ഹോസ്റ്റലിലെത്തിയാണ് തെളിവെടുപ്പ്. അന്വേഷണം അക്രമം നടന്ന് 2ാം ദിവസം പിന്നിടുമ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷെ ഘോഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത് 19 വിദ്യാർത്ഥികൾക്കെതിരെ. സർവകലാശാലയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം തകരാറിലാക്കിയെന്നാണ് കുറ്റം. ഡൽഹി JNUവിൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണം നടന്ന് 1.5 ദിവസത്തിനു ശേഷവും പ്രതികളിൽ ഒരാളെ പോലും പിടികൂടാതെ പോലീസ്. നവമാധ്യമങ്ങളിലടക്കം പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും പോലീസിന് നിസ്സംഗത. സമരം ശക്തമായി തുടരുമെന്ന് വിദ്യാർത്ഥികൾ. JNUവിൽ ആക്രമണം നടത്തിയതിന്റെ അവകാശവാദവുമായി ഹിന്ദു രക്ഷാദൾ എന്ന സംഘടന. JNU ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായതിനാലാണ് ആക്രമണം നടത്തിയതെന്ന് ഹിന്ദു രക്ഷാദൾ നേതാവ് പിങ്കി ചൌധരി. എന്നാൽ ABVPയെ രക്ഷിക്കാനാണ് ഹിന്ദു രക്ഷാദൾ ശ്രമിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ. രാജ്യത്തെ മറ്റ് സർവകലാശാലയിലും പ്രതിഷേധങ്ങൾ തുടരുന്നു. JNU വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി മുംബൈയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളും പോലീസുമായി നേരിയ സംഘർഷം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ പ്രതിഷേധിച്ചവരോട് വേദി മാറ്റാൻ ആവശ്യപ്പെട്ടു പോലീസ്. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ച്
NDA സഖ്യകക്ഷി JDU. ഡൽഹി JNU ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചവർ ജയ് ശ്രീറാം വിളിച്ചെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചവരെയാണ് അക്രമികൾ ലക്ഷ്യം വെച്ചതെന്നും ക്യാമ്പസിലെ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ്. JNU ആക്രമണത്തെക്കുറിച്ചോർത്ത് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് ബോളിവുഡ് നടൻ അനിൽ കപൂർ. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടലുളവാക്കുന്നത്, സംഭവം അപലപനീയമെന്നും അനിൽ കപൂർ. പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഭീതി പരത്തുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും ഹർദീപ് സിംഗ് പുരി. പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും ഗവർണറും ഒത്തുകളിക്കുന്നു. നിയമസഭയുടെ പ്രമേയത്തെ അധിക്ഷേപിച്ച ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പൗരത്വ നിയമത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് പോരാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ചെന്നിത്തല. പൗരത്വ നിയമത്തിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കി DMK. ഇക്കാര്യം ആവശ്യപ്പെട്ട് നിയമസഭാ സെക്രട്ടറിക്ക് നോട്ടീസ്. അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്ന് MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രളയ ദുരിതാശ്വാസം നൽകുന്നതിൽ കേരളത്തെ തഴഞ്ഞ കേന്ദ്ര സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. കേരളത്തിന് അർഹമായ സഹായം തുടർച്ചയായി കേന്ദ്രം നിഷേധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് 2109 കോടി രൂപയുടെ നാശനഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും മന്ത്രി. കേന്ദ്രത്തിന്റെ അവഗണനയിൽ കേരളത്തിലെ BJP നേതൃത്വം ഉത്തരം പറയണമെന്നും തോമസ് ഐസക്. തുടർച്ചയായി സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിച്ചിട്ടും BJP നേതാക്കൾക്ക് മിണ്ടാട്ടമില്ലെന്നും വിമർശനം. കേരളത്തെ ഒഴിവാക്കി 7 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചത് 5908 കോടി രൂപ. കേരളത്തിന് പ്രളയ സഹായം നിരസിച്ചതിനെതിരെ മന്ത്രി EP ജയരാജനും. കേന്ദ്രം നിലവാരം വിട്ടുവെന്ന് മന്ത്രി. കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ആർക്കെങ്കിലും ഈ അവഗണന ന്യായീകരിക്കാനാകുമോ എന്നും മന്ത്രി. കേന്ദ്ര നടപടിയെ ന്യായീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. ആവശ്യമായ നടപടിക്രമങ്ങൾ കേരളം പാലിച്ചിട്ടുണ്ടാകില്ലെന്ന് മന്ത്രി. സംസ്ഥാന സർക്കാർ തന്നോട് ഒരാശയവിനിമയം നടത്തിയിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കുമായിരുന്നുവെന്നും മന്ത്രി. പ്രളയത്തിൽ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണിക്ക് സംസ്ഥാന സർക്കാർ സഹായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 961.24 കോടി രൂപ അനുവദിക്കും. പ്രളയത്തിൽ തകർന്നത് ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളുമായി 11,880 കിലോമീറ്റർ റോഡ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. രാത്രി 12 മുതൽ നാളെ രാത്രി 12 വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും സമരരംഗത്ത്. KSRTC സ്വകാര്യ ബസ്സുകളും സമരത്തിന് പിന്തുണ നൽകിക്കഴിഞ്ഞു. ടൂറിസം മേഖലയും ശബരിമല തീർത്ഥാടകരെയും ഒഴിവാക്കി. അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കും. കടകമ്പോളങ്ങൾ തുറന്നേക്കില്ല. നാളത്തെ ദേശീയ പണിമുടക്കിന് വ്യാപാരികളുടെ പിന്തുണയില്ല. പണിമുടക്കിന് പിന്തുണയ്ക്കില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. ആവശ്യമുള്ളവർക്ക് കട തുറക്കാം. ഹർത്താൽ വിരുദ്ധ നിലപാട് തുടരുമെന്നും നസറുദ്ദീൻ ന്യൂസ് 18നോട്. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ നാളെ നടത്താനിരുന്ന വിവിധ സർവകലാശാല പരീക്ഷകൾ മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സർവകലാശാലകൾ. പണിമുടക്ക് സംസ്ഥാനത്തെ നിക്ഷേപങ്ങളെ ബാധിക്കില്ലെന്ന് മന്ത്രി EP ജയരാജൻ. പണിമുടക്ക് തൊഴിലാളികളുടെ അവകാശമാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം തുടരും. വ്യവസായ സൗഹൃദമായ കേരളം വളരുന്നത് സഹിക്കാൻ കഴിയാത്തവരുണ്ടെന്നും മന്ത്രി. മലപ്പുറം ജില്ലാ ബാങ്കിന്റെ പ്രസക്തി ഇല്ലാതാക്കാൻ സർക്കാർ നീക്കം. നടപടി കേരള ബാങ്കിൽ ചേരാത്തതിനാൽ മലപ്പുറത്തെ പ്രാഥമിക സംഘങ്ങളെ കേരള ബാങ്കിന്റെ ഭാഗമാക്കാൻ സർക്കാർ. ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ തീരുമാനം.
അമേരിക്കയ്ക്കെതിരെ ശക്തമായ നീക്കവുമായി ഇറാൻ. അമേരിക്കൻ സൈന്യത്തെ ഭീകര സംഘമായി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് ബില്ലിന് ഇറാൻ പാർലമെന്റിന്റെ അംഗീകാരം. ഇറാനെതിരെ കൂടുതൽ നടപടികളുമായി അമേരിക്ക. ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് വിസ നിഷേധിച്ച് US സർക്കാർ. വ്യാഴാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ യോഗത്തിൽ പങ്കെടുക്കാനാകില്ല. കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയുടെ സംസ്കാരം ഇന്ന്. ജന്മനാടായ കെർമനിലാണ് സംസ്കാരം. മൃതദേഹം വിലാപയാത്രയായി ഇറാൻ തലസ്ഥാനം ടെഹ്റാനിലും വിശുദ്ധ നഗരമായ ഖുമിലും എത്തിച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് 10,000. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് ഇറാനിൽ വിലയിട്ടത് 576 കോടി. ഇറാനിലെ 8 കോടി ജനങ്ങൾ ഓരോ $1 സംഭാവന നൽകുന്നതോടെ തുക കണ്ടെത്താമെന്നാണ് നിർദ്ദേശം. അതിനിടെ ഇറാനെ പ്രകോപിപ്പിച്ച് ട്രംപ് വീണ്ടും ഇറാന് ഒരു കാലത്തും ആണവായുധം ഉണ്ടാകില്ലെന്ന് വെല്ലുവിളി. ഇറാഖിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കയുടെ വെല്ലുവിളി. ഒരു കാരണവശാലും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. പിൻവലിക്കേണ്ടി വന്നാൽ ഇറാഖിൽ വ്യോമത്താവളം നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ചെലവായ പണം തിരികെ നൽകേണ്ടി വരുമെന്നും ട്രംപ്. ഇറാഖിൽ നിന്ന് സേനയെ പിൻവലിക്കുന്നു എന്ന കത്തയച്ചത് അബദ്ധത്തിലെന്ന് അമേരിക്ക. സേനയെ പിൻവലിക്കാമെന്ന് ഇറാഖി സൈനിക തലവന് കത്ത് കിട്ടിയത് സേനാ പിന്മാറ്റം ആവശ്യപ്പെട്ട് ഇറാഖ് പാർലമെന്റ് പ്രമേയം പാസാക്കിയതിന് പിന്നാലെ. ഇറാഖി പ്രതിഷേധം ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിൽ. ഇറാഖിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ വെല്ലുവിളിക്കെതിരെ ജർമ്മനി. ഭീഷണി കൊണ്ട് ഇറാഖിലെ വിശ്വാസത്തിൽ എടുക്കാമെന്ന് കരുതുന്നില്ലെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഹൈക്കോ മാസ്. ഇറാനി സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിനെ വലിച്ചിഴക്കരുതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സുലൈമാനിയുടെ കൊലപാതകം അമേരിക്ക ഒറ്റയ്ക്ക് നടപ്പിലാക്കിയതാണ്. അതിനാൽ അതേക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കില്ലെന്നും നെതന്യാഹു. അമേരിക്കൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമി. റവല്യൂഷണറി ഗാർഡ് തലവന്റെ പ്രതിജ്ഞ ഖാസിം സുലൈമാനിയുടെ ജന്മദേശത്ത്. ജനങ്ങൾ പ്രതികരിച്ചത് ഇസ്രയേലിന് മരണമെന്ന് ആർത്തുവിളിച്ചു. ഇറാനുമായുള്ള സംഘർഷത്തെക്കുറിച്ച് US പ്രതിനിധി സഭ ചർച്ച നടത്തണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ചെയർമാൻ ആദം ഷെഫ്. ഇറാന്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയും ഇറാഖിനെതിരെ ഉപരോധമെന്ന മുന്നറിയിപ്പും ചർച്ചയാക്കണം. ഇറാനുമായി യുദ്ധത്തിന്റെ പാതയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നതെന്നും ആദം ഷെഫ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലെത്തി. കൊച്ചി നാവികത്താവളത്തിൽ നിന്നും വ്യോമസേന വിമാനത്തിലായിരുന്നു അഗത്തിയിലേക്ക് പോയത്. യാത്രയാക്കിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാൽ, IG വിജയ് സാക്കറെ തുടങ്ങിയവർ. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭർത്തൃ സഹോദരനെ മത്സരിപ്പിക്കണമെന്ന് തോമസ് ചാണ്ടിയുടെ ഭാര്യ. ഇളയ സഹോദരൻ തോമസ് കെ തോമസിന് സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. തനിക്കോ മക്കൾക്കോ സ്ഥാനാർത്ഥിയാകാൻ താൽപര്യമില്ലെന്നും NCP നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും അയച്ച കത്തിൽ മേരി ചാണ്ടി. തോമസ് ചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകാലമായി നോക്കി നടത്തിയത് സഹോദരൻ ആയിരുന്നുവെന്ന് മേരി. തോമസ് പിൻഗാമിയാകണമെന്ന് തോമസ് ചാണ്ടിയും ആഗ്രഹിച്ചിരുന്നു. തോമസ് ചാണ്ടി മത്സരിച്ചപ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയതും തോമസ് കെ തോമസ് ആയിരുന്നുവെന്ന് മേരി. CPM-നെ രൂക്ഷമായി വിമർശിച്ച് മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ മകൻ. അച്യുതമേനോനോട് CPM-ന് പക തീർന്നിട്ടില്ല എന്ന് മകൻ ഡോക്ടർ രാമൻകുട്ടി ന്യൂസ് 18നോട്. ഭൂപരിഷ്കരണത്തിൽ അച്യുതമേനോനെ ആർക്കും വിസ്മരിക്കാനാവില്ല. CPIയുടെ പ്രതിഷേധം പതിവ് പോലെ അവസാനിക്കുമെന്നും രാമൻകുട്ടി. പ്രതിഷേധങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെന്നും വിമർശനം. 1969-നും 80-നും ഇടയിലുള്ള കേരളത്തിന്റെ ചരിത്രം തിരുത്താനാണ് ചിലരുടെ ശ്രമമെന്നും ഡോക്ടർ രാമൻകുട്ടി. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിൽ അച്യുതമേനോന്റെ പങ്ക് ഇല്ലാതാക്കാനാവില്ല. വിവാദങ്ങളിലൂടെ CPIയുടെ പ്രതിച്ഛായ കൂടിയോ എന്ന് അവർ ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തമ്മിലടി ഗുണകരമാണോ എന്ന് ചിന്തിക്കണമെന്നും രാമൻകുട്ടി. CPM-നുള്ളത് വൻ വിരോധമെന്ന വിമർശനം. C. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്ന് CPM ഒരിക്കലും കരുതിയില്ല. അന്നു തൊട്ട് ഇന്നോളം CPM-ന് വലതുപക്ഷക്കാരോട് പോലും ഇല്ലാത്ത പകയാണ് അച്യുതമേനോനെന്നും ഡോക്ടർ രാമൻകുട്ടി. BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾക്കായി ദേശീയ നേതാക്കൾ കേരളത്തിൽ.
ദേശീയ വക്താവ് GVL നരസിംഹറാവുവും സഹസംഘടനാ സെക്രട്ടറി ശിവപ്രകാശും സംസ്ഥാന നേതാക്കളുമായി ചർച്ചയിൽ. ഈ മാസം പകുതിയോടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ സാധ്യത. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്ക് മുൻതൂക്കം. സുരേന്ദ്രനായി ശക്തമായി വാദിച്ച് വി മുരളീധരൻ പക്ഷം ഈ മാസം 15ഓടെ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ഇതിനു മുന്നോടിയായി ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ്. വാളയാർ കേസിൽ പാലക്കാട് SP-ക്ക് ജുഡീഷ്യൽ കമ്മീഷന്റെ നോട്ടീസ്. കേസിൽ വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കാനൊരുങ്ങി കമ്മീഷൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകും. വരും ദിവസങ്ങളിൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കും സാക്ഷികൾക്കും നോട്ടീസ് നൽകുമെന്ന് കമ്മീഷൻ. കേസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും തെളിവ് നൽകാൻ പാലക്കാട് സിറ്റിംഗ് സംഘടിപ്പിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷന് സർക്കാർ നിർദ്ദേശം. കോട്ടയം വൈക്കത്ത് കാറും ബസും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. മരിച്ചത് ഉദയംപേരൂർ സ്വദേശികളായ സൂരജ്, വിശ്വനാഥൻ, ഗിരിജ, അജിത എന്നിവർ. 10 പേർക്ക് പരിക്കുണ്ട്. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയാണ് അപകടം. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ശരംകുത്തിയും പിന്നിട്ട് മരക്കൂട്ടം വരയ്ക്കൂ. തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. തിരക്ക് തുടർന്നാൽ അരമണിക്കൂറധികം ദർശന സൗകര്യം. ചളിക്കൽ കോളനി വാസികൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി PV അൻവർ MLA. കവളപ്പാറ നിവാസികൾക്ക് മുഖ്യ പരിഗണന നൽകണം എന്നാവശ്യം. അൻവർ പ്രതിഷേധവുമായി എത്തിയത് ഫെഡറൽ ബാങ്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ചെമ്പൻകൊല്ലി. മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക് IAS-നെതിരെ MLA. കവളപ്പാറയിലെ ദുരിതബാധിതരെ കളക്ടർ പരിഗണിക്കുന്നില്ലെന്ന് അൻവർ. മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കുന്നില്ല. വീട് നിർമ്മിക്കാൻ ധാരാളം വാഗ്ദാനമുണ്ട്, പക്ഷേ സ്ഥലം ഏറ്റെടുക്കൽ നടക്കുന്നില്ലെന്നും അൻവർ. ചളിക്കലിൽ സ്ഥലം ഏറ്റെടുത്തതിൽ ക്രമക്കേടുണ്ടെന്നും PV അൻവർ MLA. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം. കളക്ടർ ജനപ്രതിനിധികൾക്ക് വില കൽപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിലാക്കാൻ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയമുണ്ടെന്നും MLA. കളക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ ഫെബ്രുവരിയിൽ തയ്യാറാകും. പദ്ധതിയുടെ ആകാശ സർവേയുടെ പരിശോധന ഈ ആഴ്ച നടക്കും. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അന്തിമ അലൈൻമെന്റ് തീരുമാനിക്കും. ഭൂമി ഏറ്റെടുക്കലും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം തുടങ്ങാൻ സാധ്യത. കോന്നിയിലെ ആനക്കൊട്ടിലിൽ അസുഖത്തെ തുടർന്ന് തളർന്നു വീണ ആനക്കുട്ടിയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി വനംവകുപ്പ്. ചികിത്സയുടെ ഭാഗമായി കുഴിയെടുത്ത് വെള്ളം നിറച്ച് ആനക്കുട്ടിയെ ഇറക്കി നിർത്താൻ തീരുമാനം. ചികിത്സാ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. നിർമ്മാണം പൂർത്തീകരിച്ച അടിമാലി ഇരുമ്പുപാലത്തെ സർക്കാർ ട്രൈബൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകാൻ നടപടിയില്ല. ദേവികുളം താലൂക്കിലെ വിവിധ ആദിവാസി മേഖലയിൽ നിന്നുള്ളവർക്കായാണ് ഹോസ്റ്റൽ നിർമ്മിച്ചത്. 4 നില കെട്ടിടത്തിൽ 100ഓളം കുട്ടികൾക്കാണ് താമസ സൗകര്യം. നിർമ്മാണ ചെലവ് 4,76,00,000 രൂപ. ഇടുക്കി വെള്ളത്തൂവലിലെ KSEBയുടെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുന്നു. ഉപയോഗശൂന്യമായത് പവർ ഹൌസിന്റെ നിർമ്മാണ കാലത്ത് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച 150-ലധികം കെട്ടിടങ്ങൾ. പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷം. കെട്ടിടങ്ങൾ നവീകരിക്കാനാകില്ലെങ്കിൽ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാതയിലെ കുറ്റിപ്പുറം പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ അപകട ഭീഷണിയിൽ. വാഹനങ്ങൾ തെന്നി നീങ്ങി അപകടങ്ങൾ ഏറുന്നു. പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും ഭീഷണി. തറക്കല്ലിട്ട് 4 വർഷത്തിലേറെയായിട്ട് നിർമ്മാണം തുടങ്ങാതിരുന്ന പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം. ചുവപ്പ് നാടയിലും അധികൃതരുടെ അനാസ്ഥയിലും കുരുങ്ങിക്കിടന്ന പദ്ധതിക്ക് സാങ്കേതിക ഭരണാനുമതി. ഈ മാസം 14-ന് പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം തുടങ്ങാനാണ് തീരുമാനം. 1.25 കോടി ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിവെച്ച ചങ്ങനാശ്ശേരി മനക്കച്ചിറ ടൂറിസം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. കാട് കയറി നശിക്കുന്നത് മലയോര മേഖലയും കുട്ടനാടിയും ബന്ധിപ്പിക്കുന്ന സ്വപ്ന പദ്ധതി. പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് ചങ്ങനാശ്ശേരി മുതൽ മങ്കൊമ്പ് വരെയുള്ള 20 കിലോമീറ്റർ നീളത്തിൽ. സംസ്ഥാനത്തെ വനങ്ങളിലെയും വന്യജീവി സങ്കേതങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യം നീക്കാൻ 7.25 കോടിയുടെ പദ്ധതി. പ്രോജക്ട് ഗ്രീൻ ഗ്രാസ് എന്ന് പേരിട്ട പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇടുക്കിയിലും വയനാട്ടിലും.
പ്ലാസ്റ്റിക് നിരോധിച്ചതോടെ തുണിസഞ്ചി വിപണനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് പട്ടാമ്പി നഗരസഭയിലെ 3 കുടുംബശ്രീ പ്രവർത്തകർ. പ്രകൃതി എന്ന തുണിസഞ്ചി നിർമ്മാണത്തിലൂടെ ഉപജീവനം കണ്ടെത്തുകയാണ് ഇവർ. 3 യൂണിറ്റുകളിൽ നിന്നായി തുണിസഞ്ചികൾ നിർമ്മിക്കുന്നത് 5 പേർ ചേർന്നു. ഇടുക്കി രാജാക്കാടിന്റെ വികസനത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചേർന്ന് വികസന സമിതിക്ക് രൂപം നൽകി. ആദ്യഘട്ടത്തിൽ രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതിനായുള്ള ഒപ്പുശേഖരണത്തിന് തുടക്കമായി. മലപ്പുറം വളാഞ്ചേരി MES കോളേജിൽ നടന്ന സ്വരലയം വേദി ആസ്വാദ്യകരമായി. പങ്കെടുത്തത് കലാകാരന്മാർ, എഴുത്തുകാർ, വ്യാപാരികൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ. കൂട്ടായ്മ സംഘടിപ്പിച്ചത് തുടർച്ചയായ 4ാം തവണ. ഒതളൂർ ഗ്രാമത്തെ വാദ്യവിസ്മയത്തിൽ ലയിപ്പിച്ചു കുട്ടി കലാകാരന്മാർ. പാലക്കാട് ഒതളൂരിലെ 151 കലാകാരന്മാരാണ് ചെണ്ടയിൽ കുട്ടികയറി മേളവിസ്മയം തീർത്തത്. സാംസ്കാരിക സദസ്സ് ഒരുക്കിയത് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യവും ഒതളൂർ ശാഖയും സംയുക്തമായി. കാസർഗോഡ് അരവത്തുവയലിൽ ഇനി ആദിത്യന്റെ സ്വന്തം വിമാനം പറക്കും. 9ാം ക്ലാസ്സുകാരന് ആദിത്യൻ നിർമ്മിച്ച ചെറുവിമാനം കൗതുകമാകുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ വിമാനം നിർമ്മിച്ച് വിജയകരമായി പറത്തിയത് മാസങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്ക് ഒടുവിൽ. ചെറുവത്തൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കാൻ മൂന്നാർ പട്ടണത്തിൽ ചിത്രങ്ങൾ വരച്ചു കുട്ടികൾ. പട്ടണത്തിലെ ചുവരുകളിലെല്ലാം ചായം എഴുതിയത് സഞ്ചാരികളിൽ കൗതുകമുണർത്തുന്ന തരത്തിൽ. പായലും പൊടിയും പിടിച്ച ചുവരുകൾ വൃത്തിയാക്കി അവയിൽ ചിത്രങ്ങൾ വരച്ചത് ലക്ഷ്മി പള്ളിവാസൽ എസ്റ്റേറ്റുകളിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. ഹന്നയ്ക്കും ഫിദയ്ക്കും ഇനി സ്വന്തം വീട്ടിൽ ആശ്വാസത്തോടെ ഇരുന്ന് പഠിക്കാം. കഴിഞ്ഞ വർഷം പ്രളയം കൊണ്ടുപോയ വീടിന് പകരം പുതിയ വീടായി. സഹായിച്ചത് മലപ്പുറം ജില്ലയിലെ അധ്യാപക സംഘടനയായ ആക്ട്. ശബരിമല വെബ്സൈറ്റ് പരിഷ്കരിച്ചു. ഇതര സംസ്ഥാന ഭക്തർക്ക് കൂടി സഹായമാകാൻ വെബ്സൈറ്റ് 6 ഭാഷകളിലായി. വിർച്വൽ ക്യൂ അടക്കം മുൻപ് ലഭിച്ചിരുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ എല്ലാ ഭാഷകളിലും. പൂജാസമയം, വഴിപാട്, വിലവിവരം, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ, തീർത്ഥാടകർ പാലിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളും ലഭ്യമാണ്. കരിപ്പൂരിൽ നിന്നും ബോയിംഗ് 747-400 വിഭാഗത്തിൽപ്പെട്ട വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി എയർ ഇന്ത്യ. ഫെബ്രുവരി 17 മുതൽ കോഴിക്കോട് നിന്ന് ജിദ്ദ സെക്ടറിലേക്ക് ആഴ്ചയിൽ 2 സർവീസ്. രാത്രി ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7:05 കരിപ്പൂരിലെത്തും. ഇതേ വിമാനം വൈകിട്ട് 5:30 പുറപ്പെട്ട് 9:15 ജിദ്ദയിലെത്തും. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന് മാതൃകയാകാൻ കോഴിക്കോട് ഞെളിയൻ പറമ്പ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 6 മെഗാവാട്ട് വൈദ്യുതി സംസ്ഥാനത്തിന് ലഭ്യമാകും. പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി നടപ്പിലാകുന്നത് പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ 250 കോടി മുതൽ മുടക്കി. തിരുവനന്തപുരം കാട്ടാക്കട നീതിമല സംരക്ഷണ സമിതിയുടെ സമരപ്പന്തൽ അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു. സ്വകാര്യ വ്യക്തി പ്രദേശത്ത് 35 ഏക്കറോളം സ്ഥലം വാങ്ങി ഖനനം നടത്താൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ സമരരംഗത്തെത്തിയത്. സമരപ്പന്തൽ നശിപ്പിച്ചാലും പ്രക്ഷോഭം ശക്തമായി തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. ഉപദേവതയായ ഇടത്തരികത്ത് കാവിലമ്മ ഭഗവതിക്കായിരുന്നു താലപ്പൊലി. പറയിൽ ധാന്യങ്ങളും മറ്റും നിറച്ച് ദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം. ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താൻ വിപുലമായ ക്രമീകരണങ്ങൾ. നടതുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് ഹരിതചട്ടപ്രകാരം. വയനാട് മുൻ ADM രാജുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടക്കുന്നത് രാജുവിന്റെ മാനന്തവാടിയിലെ വീട്ടിൽ. കോഴിക്കോട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് തുടരും. ഗുരുവായൂർ മുറ്റത്ത് കത്തിയമർന്ന ലോറിക്കുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കാക്കശ്ശേരി പാമ്പുകൽ വീട്ടിൽ ലിനേഷ്. അപകടം നടന്നത് പുലർച്ചെ 3 മണിയോടെ. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് എറണാകുളത്ത് യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ച 17-കാരുടെ നില ഗുരുതരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് പെൺകുട്ടി. പ്രതി അമലിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. വ്യവസായികൾ അശുഭാപ്തി വിശ്വാസം വെടിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ എല്ലാ കോണിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാൻ വ്യവസായികൾ തോളോട് തോൾ ചേർന്ന് നിൽക്കണം.
സർക്കാർ വ്യവസായ വിരുദ്ധമെന്നത് കുപ്രചാരണമാണെന്നും പ്രധാനമന്ത്രി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ പങ്കെടുത്തവരിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ രത്തൻ ടാറ്റയും. യോഗം നടന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. കഴിഞ്ഞ ദിവസത്തെ വൻ തകർച്ചയിൽ നിന്ന് കുതിച്ചുയർന്ന ഓഹരി വിപണി. വ്യാപാര തുടക്കത്തിൽ തന്നെ സെൻസെക്സിൽ 521 പോയിന്റിന്റെ മുന്നേറ്റം, നിഫ്റ്റിയിൽ 151 പോയിന്റിന്റെ നേട്ടമുണ്ടായി. 2010-2019 വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ ദശാബ്ദമെന്ന റിപ്പോർട്ട്. ഈ വർഷങ്ങളിലെ താപനില സാധാരണത്തെക്കാൾ 0.36 ഡിഗ്രി കൂടുതലായിരുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ്. 2019 കൂടിയ ചൂട് രേഖപ്പെടുത്തിയ 7ാമത്തെ വർഷമെന്നും റിപ്പോർട്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ നടത്തിയ ചർച്ചയിൽ എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ട്രംപുമായി ചർച്ച തുടരും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് പുതുവത്സരം ആശംസിച്ചതായി മോദി. ഓസ്ട്രേലിയയിൽ വീണ്ടും കാട്ടുതീ പടർന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴ കാട്ടുതീയുടെ തീവ്രത കുറച്ചെങ്കിലും ഇന്ന് വീണ്ടും ശക്തി പ്രാപിച്ചു. ഓസ്ട്രേലിയയിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് 24 പേർ അറസ്റ്റിൽ. നടപടി മനഃപൂർവ്വം തീയിട്ടതിനും അലക്ഷ്യമായി സിഗരറ്റ് ലൈറ്റർ വലിച്ചെറിഞ്ഞതിനും കാട്ടുതീയെ തുടർന്ന് ഉപേക്ഷിച്ച വീടുകളിൽ മോഷണം നടത്തിയവരും അറസ്റ്റിലായി. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനമായി ധന്യ വിഷം ചേരും. ധന്യ, എന്തൊക്കെയാണ്